നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ ഭൂമിയില് അവക്ക് ഏറ്റവും വിലപ്പെട്ട ഒരേ ഒരാള് നീയാ മോനെ. അവളുടെ ശ്വാസവും നിശ്വാസവും ജീവനും എല്ലാം ഇതിനകത്ത് കിടക്കുമ്പോ പുറത്ത് അവൾക്ക് എങ്ങനെയാ സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റുക? ആരൊക്കെ എന്തൊക്കെ കാണിച്ചാലും എന്നോട് ഗോപാലട്ടൻ കാണിച്ച ദുഷ്ടതരങ്ങളൊന്നും ശാലിനിയോട് വിഷ്ണു കാണിച്ചിട്ടില്ല. അവന്റെ അമ്മയും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരെതിർത്താലും ഞാൻ വിഷ്ണുവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും സാറേ. എന്നാ പിന്നെ പണി നടക്കട്ടെ ശാരദാമ്മ, ഞാൻ ഇറങ്ങാം. വിഷ്ണുവിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കണം. സാറേ, ആരാ? എന്ത് വേണം? വിഷ്ണുവിനെ ഒന്ന് കാണാനായിട്ട്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പോ വന്ന് കാണാന് ഇത് പാർക്കോ മറ്റോ ആണോ? അനുമതി വാങ്ങിച്ചോ? അത് പിന്നെ ഇവിടുന്ന് വിളിച്ചു. എന്താടോ? എന്താ അവിടെ? എന്താടോ? സാറേ, വിഷ്ണുവിനെ കാണണമെന്ന് പറഞ്ഞു വന്നതാ. അല്ല, ഇതാര്? കളക്ടർ ശാലിനി മേഡത്തിന്റെ അമ്മയല്ലേ? എടോ, ഇത് കളക്ടർ അമ്മയാ. താമല്ല അനാവശ്യം പറഞ്ഞോ? ഇല്ല സാർ, സോറി, ആളറിയാതെ. അയ്യോ, നിങ്ങളുടെ ജോലിയല്ലേ ചെയ്തത്? സാറേ, ഞാനിത്തിരി ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് വിഷ്ണുവിന് കൊടുക്കാൻ. അയ്യോ, അത് അനുവദിക്കാൻ റൂളില്ലല്ലോ. അത് ലോക്കപ്പിൽ കിടക്കുന്നവർക്ക് ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക ചെയ്യുന്നത്. പുറത്തുനിന്ന് കൊണ്ടുവന്ന് കൊടുക്കാൻ നിർവാഹമില്ല. പക്ഷെ എന്നെ ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു ഭക്ഷണം കഴിക്കുന്നില്ല, കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കണോന്ന് പറഞ്ഞ്. സാറേ, SI സാറ് വിളിച്ച് പറഞ്ഞായിരുന്നു. അല്ല, സാറപ്പോ സമ്മതിക്കും ചെയ്തായിരുന്നല്ലോ. ഇവിടുത്തെ ഭക്ഷണമൊന്നും അവൻ കഴിക്കുന്നില്ല സാറേ. അതുകൊണ്ട് SI സാറ് വിളിച്ച് ഇങ്ങനെ പറഞ്ഞത്. ആണോ? SI വിളിച്ച് പറഞ്ഞിട്ടാണെ കൊടുക്കട്ടല്ലേ. ഇനി ഞാനായിട്ട് എതിര് പറഞ്ഞെന്ന് വേണ്ട. എന്തായാലും കൊണ്ടുവന്നല്ലേ, തിരിച്ചുകൊണ്ട് പോണ്ട. ഭക്ഷണം നേരിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അയാളെ കൊടുത്തേക്ക്. സമയമാകുമ്പം ഞങ്ങൾ കൊടുത്തോളാം. ശരി, വാങ്ങിച്ചോളൂ. വിജയ സാർ, ഇതാ മൂലയിലോട്ട് മാറ്റിവേ. സമയമാകുമ്പോൾ എടുത്ത് കൊടുത്താൽ മതി. ശരി സാർ. ചെല്ല്. എന്നാ ശരി, പൊക്കോ. സാറേ, എന്താ? വിഷ്ണുവിനെ ഒന്ന് കണ്ടോട്ടെ സാറേ. ഒന്ന് കണ്ടാ മതി. അതൊന്നും ഞങ്ങളെ റൂളിൽപ്പെട്ടല്ലോ സാറേ, ദയവ് ചെയ്ത്. പിന്നെ കളക്ടർ അമ്മയാണല്ലോ എന്ന പരിഗണന വെച്ച് അനുവദിച്ചു തരാവുന്നതാണ്. എങ്കിൽ വലിയ ഉപകാരമാവും സാറേ. ഇനി നിങ്ങൾ വന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഞാനായിട്ട് അത് തടസ്സപ്പെടുത്തിയ കളക്ടർ അറിഞ്ഞിട്ട് പിന്നെ അതിന്റെ പേരിൽ ഒരു പരിഭവം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കാം. വലിയ ഉപകാരം സാറേ. പോയി കണ്ടോ, കാണിച്ചു കൊടുക്കണോ? ശരി സാർ, വരൂ. മോനെ, സങ്കടപ്പെടരുതെന്ന് എങ്ങനെയാ ഞാൻ നിന്നോട് പറയാ? സുഖാണോന്ന് പോലും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാ. കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല മോനെ. ആ ഇരിപ്പും എല്ലാം നഷ്ടപ്പെട്ട പോലുള്ള മോന്റെ ആ നിപ്പും
എനിക്കേ സഹിക്കുന്നില്ല. പിന്നെ എങ്ങനെ ശാലിനി സഹിക്കും? നെഞ്ച് തകർന്ന് അവള് മരിച്ചു പോകും. പാവം, എന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള നെട്ടോട്ടത്തില. ഒരു റെസ്റ്റുമില്ല. അവളുടെ ജോലിക്കാര്യം പോലും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അവള്. ഈ ഭൂമിയില് അവക്ക് ഏറ്റവും വിലപ്പെട്ട ഒരേ ഒരാള് നീയാ മോനെ. അവളുടെ ശ്വാസവും നിശ്വാസവും ജീവനും എല്ലാം ഇതിനകത്ത് കിടക്കുമ്പോ പുറത്ത് അവൾക്ക് എങ്ങനെയാ സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റുക? അവൾ ഓടട്ടെ, അവക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവള് ചെയ്യട്ടെ. സത്യം നമുക്ക് തെളിയിക്കണ്ടേ വിഷ്ണു? പിന്നെ എന്നും നിങ്ങളിങ്ങനെ അകന്ന് കഴിയേണ്ടവരല്ലല്ലോ. ഒന്നിക്കും. കേസും ബഹളവും ഒക്കെ കഴിയട്ടെ. നിങ്ങളുടേതായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കും. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിയട്ടെ. ഒന്നും ഒഴിയില്ല. ഒഴിയാ ചുറ്റുമുള്ള ഒരു സമ്മതിക്കില്ല ശാരദാമ്മേ. ഒന്നിനു പിറകെ ഒന്നായി ഓരോന്ന് തന്നോണ്ടേയിരിക്കും. അത് നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന കാര്യത്തില് ശാരദാമ്മ വിളിക്കുന്ന ഈശ്വരന്മാരും ഒട്ടും പുറകോട്ടൊന്നുമല്ല. മോനെ, അങ്ങനെ അവര് ഞങ്ങൾക്കെതിരെ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഒരു പ്രശ്നം തീരുമ്പോ അല്ലെങ്കിൽ തീർക്കുമ്പോ കൃത്യമായിട്ട് മറ്റൊരു പ്രശ്നം കൊണ്ടിട്ടേരും. പിന്നെ അത് തീർക്കാനുള്ള ഓട്ട. ഓടി ഓടി തളർന്നു. ജീവിതത്തിൽ ഇപ്പം മടുപ്പും മരവിപ്പും ഒക്കെ തോന്നാ. എന്തിനാ ഇങ്ങനെ ഒരു ജന്മം ഓർത്തു പോവാ? മനസ്സുകൊണ്ട് സ്വന്തം ജീവിതത്തെ ശപിക്കുന്നൊരവസ്ഥയില്ലേ? ഞാനിപ്പോ അങ്ങനെ ഒരു അവസ്ഥയില്ല. മോനെ, മനസ്സും ശരീരവും ഒരുപോലെ തളർന്ന പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പുണ്ടാവില്ല. ഇപ്പം മോൻ ആവശ്യം എല്ലാം തരണം ചെയ്യാനുള്ള ശക്തിയാ. പരീക്ഷണങ്ങൾ പലതും ഉണ്ടാവും. എന്നാ സർവേശ്വരനെ മറന്ന് ഒന്നും ചെയ്യരുത്. ഒരു വാക്കുപോലും എതിര് പറയുകയും ചെയ്യരുത്. ഈ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ തരുന്നത് പോലെ തന്നെ നിങ്ങൾക്കൊരു നല്ല കാലം ഈശ്വരൻ തരും. ഒന്നും കാണാതെ സർവേശ്വരൻ ഇങ്ങനെ നമ്മളെ ഇട്ട് കഷ്ടപ്പെടുത്തില്ലല്ലോ. നല്ല കാലം. അങ്ങനെയൊന്ന് നോക്കിയിരിക്കുന്ന പണിയൊക്കെ വിഷ്ണു അങ്ങ് നിർത്തി. നോക്കിയിരുന്നിട്ട് കിട്ടുന്നത് മുഴുവൻ പണിയാ. നല്ല എട്ടിന്റെ പണി. ഇനിയെല്ലാം ശരിയാകുമെന്ന് പറയുന്ന വിഷ്ണുവിനെ അല്ല, ഇനിയെല്ലാം ശരിയാക്കണമെന്നുള്ള ഉറച്ച മനസ്സോടെ പറയുന്ന വിഷ്ണുവിനെയാ ശാരദാമ്മേനെ കാണാൻ പോകുന്നേ. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. താഴ്ന്നു നിൽക്കും തോറും തലയെ ചവിട്ടിക്കൊണ്ടേയിരിക്കുക. ആ ചവിട്ട് കൊള്ളാതെ നിവർന്ന് നിൽക്കാൻ പറ്റുമെന്ന് ഞാനിപ്പോ ശ്രമിച്ചു നോക്കിക്കൊണ്ടിരിക്കുക ശാരദാമ്മേ. എല്ലാം ശരിയാവും മോനെ. ശാലിനിയും മോനും ഒന്നിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.